Dear students, arithmetic progression എന്ന ചാപ്റ്ററിൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ദ സം ഓഫ് ഫസ്റ്റ് n terms of an AP is given by Sn equal to 3n square minus 4n, determine the AP and the 12th term. അതായത് സം ഓഫ് ഫസ്റ്റ് n terms ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സം ഓഫ് ഫസ്റ്റ് n terms Sn equal to 3n square minus 4n. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്നിന് 1 കൊടുക്കുകയാണെങ്കിൽ S1, അതായത് സം ഓഫ് ഫസ്റ്റ് ടേം കിട്ടും. എന്നിന് 2 കൊടുക്കുകയാണെങ്കിൽ സം ഓഫ് സെക്കൻഡ് ടേം അങ്ങനെ കിട്ടും നമുക്ക്. അപ്പോൾ ആദ്യം എന്നിന് 1 കൊടുക്കുക. 1 കൊടുക്കുമ്പം S1 ഈക്വൽ ടു 3 ഇൻറ്റു 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1. അപ്പോൾ 3 മൈനസ് 4 ഈക്വൽ ടു മൈനസ് 1. S1 എന്ന് പറയുന്നത് ആദ്യത്തെ ടേമിൻ്റെ സമ്മാണ്. അപ്പോൾ S1ഉം A1 എന്ന് പറയുന്നതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു A1 തന്നെ. അപ്പോൾ ഒരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ സമ്മ് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ടേം തന്നെ. ഇനി എന്നിന് 2 കൊടുക്കുക. എന്നിന് 2 കൊടുക്കുമ്പം S2 ഈക്വൽ ടു 3 ഇൻറ്റു 2 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2. അപ്പോൾ 4 ഇൻറ്റു 3 12 മൈനസ് 8. ഇപ്പോൾ 4 എന്ന് കിട്ടി. 12 മൈനസ് 8 4. ഈ S2 എന്ന് പറയുന്നത് എന്താണ്? S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 പ്ലസ് A2, അതായത് സെക്കൻഡ് ടേം വരെയുള്ള സം. ഫസ്റ്റ് ടേമിൻ്റെയും സെക്കൻഡ് ടേമിൻ്റെയും സമ്മാണ് S2 എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് 4 എന്ന് കിട്ടിയിട്ടുള്ളത്. അതായത് സെക്കൻഡ് ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഈ A2 മാത്രം കിട്ടണം. A2 കിട്ടണമെങ്കിൽ S2 മൈനസ് A1 ആണ്. A1 എന്ന് പറയുന്നത് S1. അപ്പോൾ A2 ഈക്വൽ ടു S2 മൈനസ് A1. ഈ A1 എന്ന് പറയുന്നത് S1 തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? S2 മൈനസ് S1. A2 അതായത് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് S2 മൈനസ് S1. അപ്പോൾ S2 നമുക്ക് 4 എന്ന് കിട്ടിയിട്ടുണ്ട്. മൈനസ് A1 എന്ന് പറയുന്നത് -1. അപ്പോൾ 4 പ്ലസ് 1 ഈക്വൽ ടു 5. അപ്പം സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 5 ആണ്. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ്, അതായത് AP ഡിറ്റർമൈൻ ദ AP എന്നാണ് ചോദിച്ചിട്ടുള്ളത്. AP ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് A അറിയണം, അതുപോലെ D അറിയണം. അപ്പം A പ്ലസ് D, A പ്ലസ് 2D അങ്ങനെയാണ് നമ്മൾ AP എഴുതുക. A പ്ലസ് D, A പ്ലസ് 2D ഇങ്ങനെ പോകും AP. അപ്പോൾ D ആഡ് ചെയ്ത് പോവാം. അവിടെ D എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം A2 മൈനസ് A1. അപ്പോൾ 5 മൈനസ് -1, അതായത് 5 പ്ലസ് 1 6 ആണ് D കിട്ടുന്നത്. ഇനി AP ഡിറ്റർമൈൻ ചെയ്യുക. A1 എന്ന് പറയുന്നത് -1, A1 പ്ലസ് D, അതായത് -1 പ്ലസ് 6. -1 പ്ലസ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5. അടുത്തത് 5 പ്ലസ് 6 11 പ്ലസ് 6 17. അപ്പം നമ്മളെ AP ഇങ്ങനെയാണ് പോകുന്നത്. ഇനി അടുത്തത് 12th ടേം ആണ് കണ്ടുപിടിക്കാൻ പറ്റില്ല. 12th ടേം കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല An ഈക്വൽ ടു A പ്ലസ് n-1 ഇൻറ്റു D ആണ്. അപ്പോൾ A12 എന്ന് പറയുന്നത് A എത്രയാണ്? -1 പ്ലസ് 12 മൈനസ് 1 ഇൻറ്റു D എന്ന് പറയുന്നത് 6. അപ്പം -1 പ്ലസ് 11 ഇൻറ്റു 6. 11 ഇൻറ്റു 6 66. 66 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65. അപ്പോൾ 12th ടേം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 65 ആണ്. In an AP, the sum of first n terms is 3n square by 2 plus 13n by 2. Find the 25th term. 25th term ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് n terms ആണ് തന്നിട്ടുള്ളത്. Sn ഈക്വൽ ടു 3n സ്ക്വയർ ബൈ 2 പ്ലസ് 13n ബൈ 2. ഇതിൽ നമുക്ക് AP കിട്ടുകയാണെങ്കിൽ 25th ടേം A25 ഈക്വൽ ടു A പ്ലസ് 25 മൈനസ് 1 ഇൻറ്റു D വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് AP കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം n ഈക്വൽ ടു 1, എന്നിന് 1 കൊടുക്കുകയാണെങ്കിൽ S1 എന്ന് പറയുന്നത് 3 ഇൻറ്റു 1 സ്ക്വയർ ബൈ 2 പ്ലസ് 13 ഇൻറ്റു 1 ബൈ 2. അപ്പോൾ 3 ബൈ 2 പ്ലസ് 13 ബൈ 2 ആണ് വരുന്നത്. 3 പ്ലസ് 13 ബൈ 2, അതായത് 16 ബൈ 2 ഈക്വൽ ടു 8. 8 തന്നെയാണ് എൻ്റെ ഫസ്റ്റ് ടേം. A1 എന്ന് പറയുന്നതും 8 തന്നെയാണ്. ഇനി n ഈക്വൽ ടു 2 കൊടുക്കുക. n ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ S2 ഈക്വൽ ടു 3 ഇൻറ്റു 2 സ്ക്വയർ ബൈ 2 പ്ലസ് 13 ഇൻറ്റു 2 ബൈ 2. അപ്പോൾ ഇവിടെ 2 ക്യാൻസൽ ആവും, ഇതിലൊരു 2 ക്യാൻസൽ ആവും. 3 ഇൻറ്റു 2 6 പ്ലസ് 13. 6 പ്ലസ് 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90. നമുക്ക് അതായത് S2 വരെ കണ്ടുപിടിച്ചാൽ മതി. ഇനി എന്ത് ചെയ്യുക? A2 കണ്ടുപിടിക്കണം. A2 എന്ന് പറയുന്നത് S2 മൈനസ് S1. അപ്പോൾ 19 മൈനസ് 8
11. A2 എന്ന് പറയുന്നത് 11 ആണ്. ഇനി D കണ്ടുപിടിക്കുക. D എന്ന് പറയുന്നത് A2 മൈനസ് A1. A2 എത്രയാണ്? 11. 11 മൈനസ് A1 എന്ന് പറയുന്നത് 8. അപ്പോൾ D 3 കിട്ടി. ഇനി നമുക്ക് 25th ടേം ആണ് കാണേണ്ടത്. അവിടെ A ഈക്വൽ ടു A 8 ആണ്, D എത്രയാണ്? D 3 ആണ്. അപ്പോൾ A25 എന്ന് പറയുന്നത് A പ്ലസ് 25 മൈനസ് 1 ഇൻറ്റു D എന്ന് പറയുന്നത് 3. അപ്പോൾ 8 പ്ലസ് 24 ഇൻറ്റു 3. 8 പ്ലസ് 24 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 72. 72 പ്ലസ് 8 80. അപ്പോൾ 25th ടേം എന്ന് പറയുന്നത് 18 എന്ന് കിട്ടും. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്താൽ മതി. അതായത് എയും ഡിയും കണ്ടുപിടിച്ചതിന് ശേഷം ഏത് ടേം ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത് എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്നതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ സമ്മ് തന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദ എ പി. ഇവിടെ എ എൻ ഈക്വൽ ടു 3 പ്ലസ് 4 എന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ എൻ ഈക്വൽ ടു 5 പ്ലസ് 2n. ഇവിടെ നമുക്ക് nth ടേം ആണ് തന്നിട്ടുള്ളത്. സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ എൻ ഈക്വൽ ടു 3 പ്ലസ് 4n. ഇതിൽ നമ്മൾ എന്നിന് 1 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. എന്നിന് 2 കൊടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ടേം, എന്നിന് 3 കൊടുക്കുകയാണെങ്കിൽ തേർഡ് ടേം, അങ്ങനെയാണ് കിട്ടുന്നത്. അതായത് nth ടേം ആണ് തന്നിട്ടുള്ളത്. സമ്മ് തന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് S2 കിട്ടും. എന്നിട്ട് A2 കാണണമെങ്കിൽ S2 മൈനസ് S1, A3 കാണണമെങ്കിൽ S3 മൈനസ് S2, അങ്ങനെയാണ് അത് പോകുന്നത്. ഇതിൽ നമുക്ക് ഡയറക്റ്റ് AP തന്നെയാണ് കിട്ടുക. അതായത് എന്നിന് 1 കൊടുക്കുകയാണെങ്കിൽ A1 ഈക്വൽ ടു 3 പ്ലസ് 4 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 4 പ്ലസ് 3 7. ഇനി n ഈക്വൽ ടു 2 കൊടുക്കുക. അപ്പോൾ A2 ഈക്വൽ ടു 3 പ്ലസ് 4 ഇൻറ്റു 2. ഇവിടെ എപ്പോഴും ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഈ 3 കൊണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ 8 പ്ലസ് 3 11. അപ്പോൾ നമുക്ക് D കണ്ടുപിടിക്കാൻ വേണ്ടി D എന്ന് പറയുന്നത്, അതായത് നമുക്ക് സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് കാണണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എന്നിന് 15 കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ടേം എന്താണെന്നുള്ളത് കിട്ടും. ഇല്ലെങ്കിൽ രണ്ട് ഫോർമുല ഉണ്ടല്ലോ SN കാണാൻ വേണ്ടി. SN ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഈ ഒരു ഫോർമുലയിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ എയും ഡിയും മാത്രം അറിഞ്ഞാൽ മതി. ഇനി SN ഈക്വൽ ടു n/2 ഇൻറ്റു എ പ്ലസ് AN, ഈ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്നിന് 15 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ടേം കിട്ടും. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ രണ്ട് ടേം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് D എന്താന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. A2 മൈനസ് A1 11 മൈനസ് 7 ഈക്വൽ ടു 4. അപ്പോൾ SNE അതായത് S15 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 15/2 ഇൻറ്റു 2a, A എന്ന് പറയുന്നത് 7 പ്ലസ് 15 മൈനസ് 1 ഇൻറ്റു D എന്ന് പറയുന്നത് 4. അപ്പോൾ 15/2 ഇൻറ്റു 14 പ്ലസ് ഇവിടെ 14 ഇൻറ്റു 4. അപ്പോൾ എപ്പോഴും ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ എന്നുള്ളത് ഓർമ്മിക്കുക. അപ്പോൾ 56 പ്ലസ് 14 70. അപ്പോൾ 15/2 ഇൻറ്റു 70 35. 15 ഇൻറ്റു 35 5 2 7 5 4 525. അപ്പോൾ S15 എന്ന് പറയുന്നത് 525 എന്നാണ് കിട്ടുന്നത്. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് AN ഈക്വൽ ടു 5 പ്ലസ് 2n. അപ്പോൾ അതും ഇതേപോലെ തന്നെ കണ്ടുപിടിക്കുക. എന്നിന് 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. എന്നിന് 2 കൊടുക്കുമ്പോൾ സെക്കൻഡ് ടേം കിട്ടും. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും അറിഞ്ഞാൽ തന്നെ നമുക്ക് സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് കണ്ടുപിടിക്കാൻ പറ്റും. 5 പ്ലസ് 2n, അതായത് എന്നിന് 1 കൊടുക്കുന്നു. എന്നിന് 1 കൊടുക്കുകയാണെങ്കിൽ A1 ഈക്വൽ ടു 5 പ്ലസ് 2 ഇൻറ്റു 1. അപ്പോൾ 5 പ്ലസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7. n ഈക്വൽ ടു 2 ആണ് കൊടുക്കുന്നതെങ്കിൽ A2 ഈക്വൽ ടു 5 പ്ലസ് 2 ഇൻറ്റു 2. അപ്പോൾ 2 ഇൻറ്റു 2 4 പ്ലസ് 5 9. നമുക്ക് രണ്ടാമത്തെ ഫോർമുലയാണ് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നതെങ്കിൽ എന്നിന് എന്ത് ചെയ്യുക? 15 എന്ന് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് ടേം കിട്ടും 50. A15 ഈക്വൽ ടു 5 പ്ലസ് 2 ഇൻറ്റു 15. 2 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ 30. 30 പ്ലസ് 5 35. അപ്പോൾ രണ്ടാമത്തെ ഫോർമുലയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. S15 ഈക്വൽ ടു 15/2 ഇൻറ്റു A 7 പ്ലസ് 35 42. അപ്പോൾ 15 ഇൻറ്റു 42 ഡിവൈഡ് ബൈ 2
ഇവിടെ 24 വരും. 24 ഇൻറ്റു 15 2 12 4 2 360. അപ്പോൾ അതിൻ്റെ ആൻസർ 360. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഇൻറ്റിജേഴ്സ് ബിറ്റ്വീൻ 100 and 200 ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ 6. അപ്പോൾ സം ഓഫ് ഇൻറ്റിജേഴ്സ് കാണണം. അപ്പോൾ 100-നും 200-നും ഇടയിൽ 6 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണണം. അതിനുശേഷം അതിൻ്റെ സമ്മ് കാണുക, അതായത് n കണ്ടുപിടിക്കണം. അതുപോലെ ഇവിടെ നമുക്ക് AP കണ്ടുപിടിക്കണം. 100 6 കൊണ്ട് ഡിവിസിബിൾ അല്ല. അപ്പോൾ ഫസ്റ്റ് 100 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള അതായത് 6 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി 100-നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 40 40-ൽ 6 6 36 4, അതായത് 4 ആണ് നമുക്ക് റിമൈൻഡർ വന്നിട്ടുള്ളത്. ഇവിടെ 6 നമുക്ക് റിമൈൻഡർ 0 വരണമെങ്കിൽ 4ന്റെ കൂടെ 2 ആഡ് ചെയ്യണം. അപ്പോൾ 102 6 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 102. 102 പ്ലസ് 6 108. ഇനി നമുക്ക് ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി 200 ഡിവൈഡ് ബൈ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18 2 20 20-ൽ 3 18. അപ്പോൾ 2 ആണ് റിമൈൻഡർ വരുന്നത്. 2 റിമൈൻഡർ വരുമ്പോൾ 200-ന്ന് 2 മൈനസ് ചെയ്യുക. അപ്പോൾ 198. അപ്പോൾ ലാസ്റ്റ് നമ്പർ 198 6 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് AP കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അതായത് എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് സം ഓഫ് ഇൻറ്റിജേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ AN = A + n - 1 × D. ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് n കണ്ടുപിടിക്കുക. അപ്പോൾ AN എന്ന് പറയുന്നത് 198 = 102 + n - 1 × D എന്ന് പറയുന്നത് 6. അപ്പോൾ 198 - 102 = n - 1 × 6. 198-ന് 2 മൈനസ് ചെയ്യുമ്പോൾ 6 96. 96/6 = n - 1. അപ്പോൾ 96/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് 36-ൽ 6 n - 1. അപ്പോൾ n എന്ന് പറയുന്നത് 17 കിട്ടും. n 17 കിട്ടിക്കഴിഞ്ഞാൽ S17 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. S17 = 17/2. ഇവിടെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയുന്നത് കൊണ്ട് തന്നെ A + AN ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 102 + 198. അപ്പോൾ ഇവിടെ 17/2 × 102 + 198. 300 ആവുമ്പോൾ 150. അപ്പോൾ 15 × 17 35 3 0 5 1. അപ്പോൾ 5 5 2 2 5 5 0 ഇതാണ് അതിൻ്റെ ആൻസർ. ഫൈൻഡ് ദ സം ഓഫ് ദ ഫോളോയിങ് സീരീസ്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ അതായത് 5 9 30 ഇത് ഒരു AP ആയിട്ട് വരും. അത് അടുത്തത് ഇവിടെ 5 ± 41 ആണുള്ളത്. ഇത് ഒരിക്കലും ഇത് രണ്ടും നോക്കുമ്പോൾ ഇതിന്റെ ഡിഫറൻസ് ആയിരിക്കില്ല ഇവിടെ വരുന്നത്. അപ്പോൾ ആദ്യം ഇതിനെ നമുക്കൊന്ന് അതായത് മാറ്റി എഴുതാം. അത് എങ്ങനെ? 5 + 9 പ്ലസ് ഈ നമ്പേഴ്സ് 81 ഇത് ഒരു AP പ്ലസ് ഇനി എന്ത് ചെയ്യുക? -41 + -39 + -37 പ്ലസ് എക്സെട്ര +-3 അത് വേറൊരു AP. അപ്പോൾ ഈ രണ്ട് APയുടെയും സമ്മ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സീരീസിന്റെ സം എന്താണെന്നുള്ളത് കിട്ടും. അതിനുവേണ്ടി ആദ്യം ഈ AP എടുക്കുക. ഇതിൽ നമുക്ക് n എത്രയാണെന്നുള്ളത് അറിയില്ല. n അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ആദ്യം ഈ ഒരു APയുടെ 5 + 9 + 13 + 81 ഈ ഒരു APന്റെ സമ്മ് കണ്ടുപിടിക്കുന്നു. അതിനുവേണ്ടി AN = A + n - 1 × D. അതിൽ AN 81 = A + n - 1. D എന്ന് പറയുന്നത് 9 - 5 4 ആണ് വരുന്നത്. അപ്പോൾ 81 - 5 = n - 1 × 4. ഇവിടെ 76/4 76/4 = n - 1. അപ്പോൾ എത്രയാണ് വരുന്നത്? 1 36-ൽ 90. അപ്പോൾ
n മൈനസ് 1 ഈക്വൽ ടു 19, n ഈക്വൽ ടു 20 എന്ന് കിട്ടും. n ഈക്വൽ ടു 20 എന്ന് കിട്ടിയ S20 ഈക്വൽ ടു 20/2 ഇൻറ്റു a പ്ലസ് എ എൻ, a പ്ലസ് എ എൻ 5 പ്ലസ് 81. അപ്പോൾ അവിടെ 10 ഇൻറ്റു 80 85, അതായത് 81 പ്ലസ് 5 86, ഇത് 10 ആയി 860 എന്നുള്ളത് കിട്ടി. അപ്പോൾ ഈ ഒരു ഭാഗത്തിന്റെ ആൻസർ നമുക്ക് 816 കിട്ടി. ഇനി അതുപോലെ ഈ ഒരു AP-ന്റെ സമ്മും കണ്ടുപിടിച്ച് രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഇവിടെ -41 പ്ലസ് -39 പ്ലസ് -37 -3. അപ്പോൾ ഇതിൽ an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതായത് ടേംസ് ആദ്യം കണ്ടുപിടിക്കണം. അതിനു വേണ്ടി അപ്പോൾ -3 ഈക്വൽ ടു -41 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഇവിടെ d എന്ന് പറയുന്നത് d ഈക്വൽ ടു -39 മൈനസ് -41, അപ്പോൾ +41 ആയി. d എന്ന് പറയുന്നത് 2 ആണ് വരുന്നത്. അപ്പോൾ -3 പ്ലസ് 41 ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 2. അപ്പോൾ ഇവിടെ 38ഉം ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു n മൈനസ് 1. 38/2 എന്ന് പറഞ്ഞാൽ 19 ഈക്വൽ ടു n മൈനസ് 1, n ഈക്വൽ ടു 20. S20 ഈക്വൽ ടു 20/2 ഇൻറ്റു a എത്രയാണ് -41 പ്ലസ് -3. അപ്പോൾ 10 ഇൻറ്റു -41 -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -44. അപ്പോൾ -440 ആണ് കിട്ടുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു -440. അപ്പോൾ സം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്താണ് കിട്ടുക? സം ഈക്വൽ ടു 860 മൈനസ് 440. അപ്പോൾ അത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ 860 440 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 420. അപ്പോൾ ഈ ഒരു സീരീസിന്റെ സം എന്ന് പറയുന്നത് 420 എന്നുള്ളത് കിട്ടും. Find the sum of first 24 terms of an AP whose nth term is given by n equal to 3 plus 2n എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് nth ടേം ആണ് തന്നിട്ടുള്ളത് 3 plus 2n. ഇതിൽ n equal to 1 നമുക്ക് ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ a1 a2 അങ്ങനെ കിട്ടും. എന്നിട്ട് 24th ടേം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിനു വേണ്ടി n equal to 1 കൊടുത്തു കഴിഞ്ഞാൽ a1 equal to 3 plus 2 into 1. അപ്പോൾ 3 plus 2 5, n equal to 2, a2 equal to 3 plus 2 into 2. അപ്പോൾ 4 plus 3 7. ഇനി n equal to വേണമെങ്കിൽ ലാസ്റ്റ് ടേം 24th ടേം, അതായത് സം ഓഫ് ഫസ്റ്റ് 24 ടേംസ് ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ടേം n equal to 24 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ a24 എന്താണെന്നുള്ളത് കിട്ടും. 3 plus 2 into 24. അപ്പോൾ 2 into 24 48. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം എന്നുള്ളത് ഓർമ്മിക്കുക. അധികം വരും ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ എഴുതിയാൽ തെറ്റാണ്. അപ്പോൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 48 പ്ലസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 51. ഇനി നമുക്ക് S24 കണ്ടുപിടിക്കാം. S24 ഈക്വൽ ടു 24/2 ഇൻറ്റു a പ്ലസ് എ എൻ. എ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 5 പ്ലസ് എ എന്ന് പറയുന്നത് 51. അപ്പോൾ ഇവിടെ 12 ഇൻറ്റു 56 ഇൻറ്റു 12 6 5 672. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 672. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക.